നമസ്കാരം. IPL 17-ാം സീസണിൽ രണ്ടാം തവണയും ഡൽഹിയോട് മുട്ടുകുത്തിയിരിക്കുകയാണ് ഗുജറാത്ത് ടൈറ്റൻസ്. സ്വന്തം തട്ടകത്തിലെ തോൽവിക്ക് പകരം വീട്ടാൻ ഡൽഹിയുടെ മടയിലിറങ്ങിയ ഗുജറാത്ത് 4 റൺസ് അകലെ പൊരുതി വീഴുകയായിരുന്നു. ഗുജറാത്തിന്റെ തോൽവിക്ക് കാരണമായത് നായകൻ ശുഭ്മാൻ ഗില്ലിന്റെ മണ്ടൻ തീരുമാനങ്ങൾ എന്നായിരുന്നു ക്രിക്കറ്റ് നിരീക്ഷകരടക്കം പറയുന്നത്. സായ് കിഷോറിനെ 19-ാം ഓവറിൽ മാത്രം ഉപയോഗിച്ചതും 3 ഓവറിൽ 15 റൺസ് വിട്ടുകൊടുത്ത് 3 വിക്കറ്റ് നേടിയ സന്ദീപ് വാര്യർക്ക് 4-ാം ഓവർ നൽകാതിരുന്നതും അടക്കം ശുഭ്മാൻ എടുത്ത വിചിത്രമായ പല തീരുമാനങ്ങളും മണ്ടത്തരങ്ങളായി മാറുകയായിരുന്നു. ഗുജറാത്തിന്റെ തോൽവിക്ക് ഇതെല്ലാം കാരണമായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ മത്സരശേഷം ടീമിന്റെ തോൽവിയിൽ ബോളർമാരെയാണ് ശുഭ്മാൻ ഗില്ല് പഴിച്ചിരിക്കുന്നത്. ഡൽഹിയിലെ ചെറിയ മൈതാനത്ത് ബോളർമാർക്ക് പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കാത്തതാണ് തിരിച്ചടിയായത് എന്നാണ് ഗില്ല് വിലയിരുത്തിയത്. ബോളർമാരെ കൃത്യസമയത്ത് ചുമതല ഏൽപ്പിക്കാത്ത ഗില്ലിനെയാണ് ഇവിടെ സത്യം പറഞ്ഞാൽ പഴിക്കേണ്ടത് എന്ന് ഓർക്കുക. ബോളർമാർ യോർക്കർ എറിയാത്തതും പിഴവാണെന്നാണ് ഗില്ലിന്റെ പക്ഷം. ഇപ്പോഴിതാ ശുഭ്മാൻ ഗില്ലിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തുകയാണ് ആരാധകരും ക്രിക്കറ്റ് നിരീക്ഷകരും എല്ലാം തന്നെ. ഗുജറാത്ത് ജയിക്കേണ്ട കളി തോൽപ്പിച്ചത് ശുഭ്മാൻ ഗില്ലാണെന്നാണ് ഇവർ പറയുന്നത്. എന്നിട്ട് ബോളർമാരെ പഴിക്കുന്നത് നല്ല നായകന് ചേർന്ന രീതിയല്ല എന്നും പറയപ്പെടുന്നുണ്ട്. തങ്ങൾ നല്ല ക്രിക്കറ്റാണ് കാഴ്ചവെച്ചത്, എന്നാൽ അവസാന ഓവറുകളിൽ പ്രതീക്ഷിച്ചതിലും കൂടുതൽ റൺസ് വഴങ്ങി. എന്നാൽ ചെറിയ മൈതാനമായിരുന്നതിനാൽ തന്നെ ഇത് പിന്തുടർന്ന് ജയിക്കാവുന്ന സ്കോറായിരുന്നു. പക്ഷേ പദ്ധതികൾ ഫലപ്രദമായി നടപ്പിലാക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ്. ബോളർമാർ പിന്തുണ നൽകിയില്ല എന്നൊക്കെയാണ് ഇതിൻ്റെ മത്സരശേഷം ശുഭ്മാൻ ഗില്ല് പറഞ്ഞത്. പവർ പ്ലേയിലും മധ്യ ഓവറുകളിൽ ഗുജറാത്ത് ബോളർമാർ ഭേദപ്പെട്ട് നിൽക്കുകയായിരുന്നു. എന്നാൽ ഡെത്ത് ഓവറിലെ അവസാന 2 ഓവറുകളാണ് കളിയെ മാറ്റിമറിച്ചത്. 19-ാം ഓവറിൽ സായ് കിഷോറിനെയാണ് ഗില്ല് പന്തേൽപ്പിച്ചത്. പഞ്ചാബ് കിങ്സിനെതിരെ 4 വിക്കറ്റുമായി ഗുജറാത്തിന്റെ ജയത്തിൽ നിർണായക പങ്കുവഹിക്കുകയും കളിയിലെ താരമാവുകയും ചെയ്ത ബോളറാണ് സായ് കിഷോർ. എന്നാൽ ഡൽഹിക്കെതിരെ സായിയെ തീർത്തും ഗില്ല് അവഗണിക്കുകയായിരുന്നു. 19-ാം ഓവറിൽ സായിയെ പന്തേൽപ്പിച്ചതോടെ താരം പൊതിരെ തല്ലുവാങ്ങി. നേരത്തെ ഓവർ നൽകിയിരുന്നുവെങ്കിൽ പിച്ചിനെക്കുറിച്ച് ധാരണ ലഭിക്കുമായിരുന്നു സായ് കിഷോറിന്. എന്നാൽ ഋഷഭ് പന്തും ട്രിസ്റ്റൻ സ്റ്റബ്സും അടിച്ചൊതുക്കാൻ നിൽക്കവേ അവരുടെ മുന്നിലേക്കാണ് സായ് കിഷോർ വന്നെത്തിപ്പെട്ടത്. പിച്ചിനെക്കുറിച്ച് ധാരണയില്ലാതെ എറിഞ്ഞ കിഷോറിനെ തലങ്ങും വിലങ്ങും അടിക്കുകയായിരുന്നു. ഇവിടെ സായ് കിഷോറിനെയാണ് പഴിക്കുന്നതെങ്കിൽ അവിടെ പറയേണ്ടത് സായ് കിഷോറിനെ അല്ല, ഗില്ലിനെ തന്നെയാണ്. 22 റൺസാണ് ഈ ഓവറിൽ പിറന്നത്. സ്പിന്നറെ ഇട്ടുകൊടുത്ത ഡൽഹിയെ സഹായിക്കുകയാണ് ഗില്ല് ചെയ്തതെന്ന് നിസ്സംശയം പറയാം. സന്ദീപ് വാര്യർക്ക് 4-ാം ഓവർ നൽകാതിരുന്ന ഗില്ല് 20-ാം ഓവറിൽ സീനിയർ പേസർ മോഹിത് ശർമ്മയെ വിശ്വസിച്ചതും വലിയ തെറ്റായിപ്പോയി. എന്നാൽ മോശം ഫോമിലുള്ള മോഹിത്തിനെ ഋഷഭ് തല്ലി പറത്തുകയായിരുന്നു. 31 റൺസാണ് ഈ ഓവറിൽ മാത്രമായി പിറന്നത്. ഇതോടെ അവസാന 2 ഓവറിൽ, അതായത് കൃത്യമായി പറഞ്ഞാൽ 12 പന്തുകളിൽ പിറന്നത് 53 റൺസാണ്. ഡൽഹിയിലെ സ്കോർ ബോർഡുകളിൽ വിസ്മയം തന്നെ തീർക്കാൻ ഋഷഭ് പന്തിന് സ്റ്റബ്സിനും സാധിക്കുകയായിരുന്നു. ഈ 2 ഓവറിലെ പിഴവ് ഗുജറാത്തിന്റെ തോൽവിക്കും കാരണമായി മാറുകയായിരുന്നു. എന്തായാലും ഇവിടെ ബൗളർമാരെ പഴിക്കുമ്പോൾ തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ക്യാപ്റ്റനിലെ അപക്വമായ തീരുമാനങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഗില്ലിന് പഴി ഏറെ കേൾക്കേണ്ടി വരിക തന്നെ ചെയ്യും.